ഈ വീഡിയോയിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നമ്മൾ ആദ്യമേ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാം. അമേരിക്കയിൽ ട്രംപിന്റെ ഭരണകൂടം അഥവാ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ ഒരു ചെറിയ പ്രതിസന്ധിയിലാണ്. പ്രതിസന്ധി ഒന്നാമത്തെ കാര്യം, ഇന്നലെ താരിഫ് ഇംപ്ലിമെന്റേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം താരിഫുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആ ഒരു ഡേ തന്നെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ ഫോക്സ് ന്യൂസ് ആയിക്കോട്ടെ, അതുപോലെ ഈ വലതുപക്ഷ മീഡിയകളെല്ലാം തന്നെയും നല്ല രീതിയിലുള്ള ആഘോഷം തന്നെയാണ് കാഴ്ചവെച്ചത്. ബ്ലാക്ക് റോക്ക് സംഘടനയിലെ ലാരി ഫിങ്ക്, ഈ പിക്ചറിൽ കാണുന്ന വ്യക്തിയാണ് ലാരി ഫിങ്ക്, ബ്ലാക്ക് റോക്ക് സംഘടനയുടെ സിഇഒ ആണ്. സിഇഒ പറഞ്ഞിരിക്കുന്നത്, അതായത് പുള്ളി ആശങ്കയിലാണ്. പുള്ളിയുടെ ജീവിതകാലത്തിൽ തന്നെ ഈ രീതിയിലുള്ള ഒരു എക്കണോമിക് ക്രാക്ക് ഡൗൺ പുള്ളി കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുള്ളി പറഞ്ഞു വെച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, ശരിക്കും ഏതാണ്ട് ആഗോള തലത്തിൽ തന്നെ ഈ ഒരു താരിഫ് ത്രെട്ട് കാരണം ഏതാണ്ട് 700 ബില്യൺ വർത്ത് വരുന്ന ട്രേഡ് ആഗോള തലത്തിൽ, അതിൽ ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ തന്നെയാണ് ഈ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അമേരിക്കയുടെ ട്രംപിന്റെ ഈ ഒരു പോളിസിയുടെ ഭാഗമായിട്ടാണ്, ഈ ഒരു പുതിയ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ലോസ് രേഖപ്പെടുത്തുന്നതായിട്ടാണ് പൊതുവിലെ വിലയിരുത്തൽ. അത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. കാരണം അതായത് വളരെ സ്മൂത്ത് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ട്രേഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ കടന്നുവരവോടുകൂടി ഈ ഒരു താരിഫ് ഇമ്പോസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ട്രേഡ് പല രീതിയിലും സ്ട്രക്കായി. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിലാണ് ഈ ഒരു കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 700 ബില്യന്റെ ഇടിവാണ് ആഗോള തലത്തിൽ തന്നെ പറയുന്നത്. ഇതിൽ നല്ലൊരു ശതമാനം പറഞ്ഞാൽ ഏതാണ്ട് 80% ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നത് അമേരിക്കയുടെ ഉള്ളിലാണ്. ട്രംപിന്റെ ഒരു പ്രഖ്യാപനം എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ട്രേഡ് സ്റ്റേബിൾ ആയിട്ട്, അതായത് പഴയതിലും അതിശക്തമായ രീതിയിൽ അമേരിക്ക തിരിച്ചു വരും എന്നാണ് ട്രംപ് ശക്തമായി വിശ്വസിക്കുന്നതും അത് തന്നെയാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് മറ്റുള്ളവരെ. ഒരു മാസം കഴിയുമ്പോൾ അറിയാൻ പറ്റും ഈ ഒരു താരിഫ് ഏത് രീതിയിൽ അമേരിക്കയ്ക്ക് ഗുണപരമാകുന്നുണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ളത് നമുക്ക് പിന്നീട് അറിയാൻ കഴിയുന്ന കാര്യമായിരിക്കും. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ചിലിയിൽ നിന്നും ഏതാണ്ട് 150ഓളം ഡെലിഗേറ്റ്സ് അടങ്ങുന്ന ഒരു ടീമിനെ വിളിച്ചുകൊണ്ട് ചിലിയുടെ ലീഡർ ഗാബ്രിയേൽ ബോറിക് ഇന്ത്യ വിസിറ്റ് ചെയ്തിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യയിലുണ്ട്. ഏപ്രിൽ 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയാണ് ഇത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിലവിൽ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലുള്ള വിസിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് എന്താണ് ഇവർ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, 150 പേരെയും കൊണ്ട് ഇന്ത്യ വിസിറ്റ് ചെയ്യാനുള്ള കാരണം ഒന്ന് പറഞ്ഞേക്കാം. ചിലിയിൽ നിന്നും ഒരു റെപ്രസെന്റേറ്റീവ് ഇന്ത്യ വിസിറ്റ് ചെയ്തത് ഏതാണ്ട് 2009-ലാണ്. ഏതാണ്ട് 16 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഒരു ചിലി ടീം ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ശരിക്കും ഈ ഒരു ട്രംപിന്റെ താരിഫിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ത്യയിൽ ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അതായത് കുറെ രാജ്യങ്ങൾക്ക് ചൈനയുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ താല്പര്യമില്ല, പണ്ടേ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ ഈ രീതിയിലുള്ള നയമാറ്റം, അമേരിക്കയുടെ ഒരു ട്രസ്റ്റ് വർത്തി ഇല്ലായ്മ, ഇങ്ങനെയൊക്കെ പല രീതിയിലും ആഗോള തലത്തിൽ തന്നെ ചർച്ചയാകുന്നുണ്ട് ഈ വിഷയം. അതിലുപരിയായിട്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ട് അമേരിക്കയുടെ ഒരു നിലപാടും കൂടെ ഉണ്ട്. അതും കൂടെ കൺസിഡർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ബദലായിട്ട് വേറൊരു ട്രേഡിംഗ് പാർട്ട്ണർ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ലോകത്തെ മിക്ക ആൾക്കാരും ചൈനയാണ് ഏറ്റവും കൂടുതൽ ഇതുവരെ കണ്ടിരുന്നത്. പക്ഷെ ആ സ്ഥാനത്ത് ചൈനയും വേണ്ട എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഇന്ത്യയാണ്. ഇപ്പൊ ഇന്ത്യക്ക് നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണ്. ഇപ്പൊ ചിലി എന്തുകൊണ്ടാണ് ഇന്ത്യ ഇപ്പൊ വിസിറ്റ് ചെയ്തത്, എന്ത് ഗുണമാണ് ഇന്ത്യക്ക്, എന്ത് നേട്ടമാണ് ചിലിയുടെ റിലേഷൻഷിപ്പ് കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന പറഞ്ഞാൽ 2 വിഷയങ്ങളാണ്. ഒന്ന് കോപ്പർ, 2 ലിഥിയം. ഈ 2 വിഷയങ്ങളാണ്. ആഗോള തലത്തില് 40% ലിഥിയം ഡെപ്പോസിറ്റ് ഉള്ള ഒരു രാജ്യമാണ് ചിലി. ഇന്ത്യക്ക് ലിഥിയം സപ്ലൈ ചെയ്യാൻ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നാണ് ചിലി പറഞ്ഞിരിക്കുന്നത്. ഇതിലുപരിയായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ ഇലക്ട്രിക് കാർ ഇൻഡസ്ട്രിയാണ്. ഇപ്പം ടെസ്ല ഇന്ത്യക്കുള്ളിൽ വരുന്നില്ല, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഇന്ത്യയിലുള്ള ഇൻഡിജീനിയസ് മാനുഫാക്ചറിങ് കമ്പനികളായിട്ടുള്ള ടാറ്റ ആയിക്കോട്ടെ, അതേപോലെ തന്നെ മഹീന്ദ്ര ആയിക്കോട്ടെ. മഹീന്ദ്രയുടെ ഒരു വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ചാർജിൽ 500 കിലോമീറ്റർ യാത്ര ചെയ്യാൻ പാകത്തിലുള്ള ഒരു വെഹിക്കിൾ മഹീന്ദ്ര ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെസ്ലയെക്കാളും ഭേദമാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു വാഹനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും കൂടുതൽ സഞ്ചരിക്കാൻ കഴിയണം, ഫെസിലിറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ വേറെയാണ്. അതുപോലെ തന്നെ സേഫ് ആയിട്ട് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്പർ 1. ആ രീതിയിൽ നോക്കുമ്പോൾ മഹീന്ദ്രയുടെ ഈ ഒരു കാറ്റഗറി BE6E എന്ന് പറഞ്ഞ ഈ ഒരു വാഹനം ശരിക്കും ടെസ്ലയോടൊപ്പം തന്നെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിലുള്ള വെഹിക്കിൾ തന്നെയാണ്. കുറച്ചുകൂടെ നമ്മൾ ആഡ് ഓൺ ചെയ്ത് ടെക്നോളജിയും അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു കുറവെന്ന് പറയുന്നത്. അതിലുപരിയായിട്ട് ഇത് ശരിക്കും ബിൽഡ് ക്വാളിറ്റി വൈസ് നോക്കി കഴിഞ്ഞാൽ ആ ഒരു പ്രൈസിന് ടെസ്ലയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും താരതമ്യേന കോസ്റ്റ് എഫക്റ്റീവ്ലി ആ പ്രൈസിന് ബെറ്റർ വെഹിക്കിൾ എന്ന് തന്നെ പറയാൻ പറ്റും. ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇതുപോലെ ലിഥിയം ആയിക്കോട്ടെ, കോപ്പർ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ നമുക്ക് ചിലി പോലത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും ഇന്ത്യ കൂടുതൽ അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവർ ഇന്ത്യക്കുള്ളിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ മാർക്കറ്റ് തന്നെയാണ്, ഇന്ത്യയുടെ മാർക്കറ്റ്. അതേപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, IT ഇൻഡസ്ട്രി, എഡ്യൂക്കേഷൻ മേഖല, ഇതൊക്കെ തന്നെയാണ് ചിലി ഏറ്റവും കൂടുതൽ
ഡെപ്തിൽ ഇന്ത്യയെ നോക്കി കാണുന്നത്. അതിലുപരിയായിട്ട് ബോളിവുഡ് ഇൻഡസ്ട്രി അവർക്ക് ഭയങ്കര താല്പര്യമാണ്. പ്രധാനമായിട്ട് ചിലിയിൽ ഇന്ത്യൻ മൂവീസ് വളരെ ഫേമസ് ആണ്. ഇന്ത്യയുടെ ഒരു സെന്റിമെന്റൽ മൂവി ഫാമിലി സ്റ്റോറിയുമായിട്ട് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന രാജ്യമാണ് ചിലി. അവർക്ക് ഈ ഹോളിവുഡ് മൂവീസിനെക്കാളും ഏറ്റവും കൂടുതൽ താല്പര്യം ബോളിവുഡ് ആണ്. ഈ 150 പേര് അടങ്ങുന്ന ഈ ഒരു ഡെലിഗേറ്റ് ടീം അവരുടെ 5ാമത്തെ ദിവസം വിസിറ്റ് ചെയ്യുന്നത് മുംബൈയിൽ ഫിലിം ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിലാണ് അവർ പങ്കെടുക്കുന്നത്. അതോടുകൂടിയാണ് അവർ മടങ്ങുന്നത്. പ്രൈം മിനിസ്റ്ററുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞു, പ്രസിഡന്റുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവർ മറ്റുള്ള ഇൻഡസ്ട്രിയൽ മേഖലയിൽ ബാംഗ്ലൂർ വിസിറ്റുമായിട്ടാണ്. ഇനിയിപ്പം നാളെ മറ്റന്നാൾ അവർ ബാംഗ്ലൂർ ഉണ്ടാവും. ബാംഗ്ലൂരിൽ ഇൻഡസ്ട്രിയലുമായിട്ട് ബന്ധപ്പെട്ട IT പാർക്കുകൾ, അതുപോലെ തന്നെ ഡ്രോൺ മാനുഫാക്ചറിംഗ് യൂണിറ്റ്, ഇതൊക്കെ അവർ വിസിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ മുംബൈയിലോട്ട് മടങ്ങുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് അവർ അവരുടെ ട്രിപ്പ് ക്ലോസ് ചെയ്ത് അവർ ചിലിയിലേക്ക് തന്നെ തിരിച്ചു മടങ്ങുന്നതായിരിക്കും. അപ്പൊ ഇതാണ് ആ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസ് ഇന്ത്യക്കിട്ട് ഒരു പണി തന്നിരിക്കുകയാണ്. ഒരു ആർട്ടിക്കിൾ അവർ പുറത്തിറക്കിയിരിക്കുകയാണ്. എപ്പോഴും അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന ഒരു പണി തന്നെയാണ് ഇത്. റഷ്യക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ അവർക്ക് ആയുധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നതായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതായിട്ട് ഒരു റിപ്പോർട്ടാണ് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് 28-ാം തീയതിയാണ് പ്രസിദ്ധീകരിച്ചത്, മാർച്ച് 28-ന്. ഇത് ഇന്ത്യ റഷ്യക്ക് ഈ ഒരു സഹായം ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇന്ത്യ ചെയ്താൽ ഇന്ത്യക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്, അത് വേറെ കാര്യം. എന്നാൽ ഇങ്ങനെ ഇന്ത്യ ഈ ഒരു വിഷയങ്ങളൊക്കെ ചെയ്യുന്നത് അമേരിക്ക അറിയാതെയാണോ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യ റഷ്യക്ക് ഏത് രീതിയിൽ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പല സ്റ്റേജുകളിലും പല വേദികളിലും ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് കൂടുതൽ കൗണ്ടർ ചെയ്യാനൊന്നുമില്ല. അവര് ഈ ഒരു ന്യൂയോർക്ക് ടൈംസിന്റെ കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി നമ്മൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴത്തേക്കും ഇതാണ് അതിന്റെ വിഷയം. അതായത് അവർ പറഞ്ഞു വെക്കുന്നത് HR സ്മിത്ത് എന്ന് പറഞ്ഞ കമ്പനി UK ബേസ്ഡ് കമ്പനിയാണ്. ഈ കമ്പനിയിൽ നിന്നും ഇന്ത്യ കുറെ ഷിപ്മെന്റ്സ് മേടിച്ചിട്ടുണ്ട്. ആ ഷിപ്മെന്റ്സിൽ ഇരിക്കുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ കോക്പിറ്റുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ. അതായത് കോക്പിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫ്ലൈറ്റിന്റെ ഫ്രണ്ട് പോർഷനിൽ ഇരിക്കുന്ന ആ ഒരു ക്യാപ്റ്റനൊക്കെ ഇരിക്കുന്ന ആ ഒരു കോക്പിറ്റ്, അതാണ് ഓപ്പറേറ്റിംഗ് ഏരിയ, അതാണ് കോക്പിറ്റ് എന്ന് പറയുന്നത്. ആ കോക്പിറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. കുറെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വാങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 2022, 2024 ഈ ഒരു വർഷങ്ങളിൽ മേടിച്ച ഒരു ഷിപ്മെന്റിന്റെ കാര്യമാണ് ഇവിടെ അവർ എടുത്തു പറയുന്നത്. ഇതിനകത്ത് ഈ മേടിച്ച കമ്പനി HAL എന്നാണ്. ഈ HAL എന്ന് പറഞ്ഞ കമ്പനി ഇതുമായിട്ട് ഈ കോക്പിറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വർക്കുകളൊക്കെ ചെയ്യുന്ന കമ്പനി തന്നെയല്ലേ? പിന്നെ എന്താണ് പ്രശ്നം? അവർ ഇതുമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ തന്നെ, ഈ ഏവിയോണിക്സിൽ തന്നെ ഉള്ള ആൾക്കാരാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ഡൗട്ട് ഒന്നും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഈ ഷിപ്മെന്റിന്റെ ക്വാണ്ടിറ്റി അതാണ് ഇവർ കണക്കാക്കി എടുത്തിരിക്കുന്നത്. ഷിപ്മെന്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 14 ഷിപ്മെന്റുകൾ ഈ HR സ്മിത്ത് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നും HAL കമ്പനിക്ക് 14 ഷിപ്മെന്റുകൾ നടന്നിട്ടുണ്ട്. ഈ 14 ഷിപ്മെന്റുകളിലും ഇതേപോലത്തെ ഐറ്റംസ് ആണെന്നാണ് പറയുന്നത്. ഇവരെന്താണ് പറയുന്നത്? ഈ കോക്പിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഈ സാധനങ്ങളൊക്കെ UK നിന്നും മേടിച്ച് ഇന്ത്യക്കുള്ളിൽ കുറച്ച് നാളെ നിലനിർത്തിയിട്ട് ഇതേ ക്വാണ്ടിറ്റിയിൽ ഷിപ്മെന്റ് റഷ്യക്ക് പോയതായിട്ടാണ്, ആ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യയിൽ നിന്നും ഷിപ്മെന്റ് റഷ്യയിലേക്ക് പോയതായിട്ടാണ് അവർ രേഖകളുണ്ട് എന്ന് പറയുന്നത്. ഇതുവരെ ന്യൂയോർക്ക് ടൈംസ് ജസ്റ്റ് ഡേറ്റ ഉണ്ടെന്ന് പറയുന്നതല്ലാണ്ട് ഇതുവരെ ഒന്നും പുറത്തു വിട്ടിട്ടില്ല. ഒരു രീതിയിലുള്ള ബാക്കപ്പ് ഡേറ്റയും ഇല്ലാതെയാണ് ഈ വാർത്ത പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. വന്ന ഷിപ്മെന്റുകളും പോയ ഷിപ്മെന്റുകളും ആ രീതിയിലുള്ള ഇൻകമിങ് ഔട്ട് ഗോയിങ് ഇത് വെച്ചിട്ടാണ്, ഈ ഒരു ഡേറ്റ വെച്ചിട്ടാണ് അവര് ഇതിനെ ഉറപ്പിച്ച് സംസാരിക്കുന്നത്. 2 മില്യന്റെ സാധനങ്ങൾ മേടിച്ചിട്ട് 14 മില്യന് വിറ്റ് പൈസ ഉണ്ടാക്കുന്നു ഇന്ത്യ എന്നുള്ള ആരോപണം കൂടി അവർ അതിനകത്ത് വെക്കുന്നുണ്ട്. അതായത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയത് നമ്മൾ ചൈനയെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോഴും ഇന്ത്യ മറഞ്ഞിരുന്നുകൊണ്ട് ഇതേപോലത്തെ പ്രവൃത്തി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ പറയാണ്ട് പറഞ്ഞു വെക്കുന്നത്. അവരത് തന്നെയാണ് പറയുന്നത്. ഇന്ത്യയും കൂടി മോണിറ്റൈസ് ചെയ്യേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നതാണ് ഈ ഒരു ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായല്ലോ? ബൈഡൻ ഗവൺമെന്റ് ഇരുന്ന സമയത്ത് തന്നെ ഇന്ത്യയുടെ ഡ്യുവൽ പ്രോഡക്റ്റ് സെല്ലിങ്ങിനെ കുറിച്ച് പല കമ്പനികളെയും സാങ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അസെന്റ് ഏവിയേഷൻ എന്ന് പറഞ്ഞ കമ്പനി ഓൾറെഡി സാങ്ഷനിലാണ്, ഇന്ത്യൻ കമ്പനി. TSMD ഗ്ലോബൽ എന്ന് പറഞ്ഞ കമ്പനി ഓൾറെഡി സാങ്ഷനിലാണ്. അതുപോലെ മസ്ക് ട്രാൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഓൾറെഡി തന്നെ സാങ്ഷനിലാണ്. ഫ്യൂട്രോവോ എന്ന് പറഞ്ഞ ഒരു കമ്പനി അതുപോലെ സാങ്ഷനിലാണ്. ഇതുപോലെ കുറെ കമ്പനികളൊക്കെ ഓൾറെഡി തന്നെ സാങ്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഡ്യുവൽ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു വാഷിംഗ് മെഷീൻ പോലും വിൽക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം ഒരു വാഷിംഗ് മെഷീനോ ഒരു മൈക്രോവേവോനോ അല്ലെങ്കിൽ എന്ത് സാധനം വിറ്റാലും അതിനകത്തൊക്കെ ഇപ്പോൾ ഒരു ചിപ്പ് ഉണ്ട്. ആ ചിപ്പ് സാധാരണ ചെറിയ ചിപ്പ്, ആ ചിപ്പ് മതി ഒരു ഡ്രോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് വരും ദിവസങ്ങളിൽ ഇങ്ങനെ ഡ്യുവൽ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സാങ്ഷൻ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പല കമ്പനികൾക്കും ഇങ്ങനെ ഒരു രാജ്യത്ത് ഒരു രീതിയിലുള്ള ഒരു ട്രേഡും നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ഇലക്ട്രോണിക്സ് വിൽക്കാനും വാങ്ങാനും പറ്റാത്ത ഒരവസ്ഥയാവും. അപ്പൊ ആ രീതിയിലല്ല, എന്തെങ്കിലും കൃത്യമായി തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് സാങ്ഷൻസ് ആപ്ലിക്കബിൾ ആവുന്നത്. അത് ഈ സാങ്ഷൻ ഇടുന്നതിലും പല രീതിയിലുള്ള ചില റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവരേണ്ടതുണ്ട്. കാര്യം ഇത് ഗ്ലോബലി തന്നെ ആഗോളതലത്തിൽ വലിയണനായിട്ടിരിക്കുന്ന ആൾക്കാർ സാങ്ഷൻ ഇടുമ്പോഴത്തേക്കും നമുക്കൊന്നും ചെയ്യാനില്ല. നിങ്ങൾ ഇടുന്നെങ്കിൽ ഇട്ടോ, നമ്മൾ വേറൊരു കമ്പനി തുടങ്ങി വേറെ രീതിയിൽ നമ്മൾ കച്ചവടം ചെയ്യും. അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല.
അപ്പൊ ഈ രീതിയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ ചെറിയ TV പോലും നമുക്ക് വിൽക്കാൻ പറ്റത്തില്ല. കാരണം അതിനകത്തുള്ള ഇലക്ട്രോണിക് ചിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡ്രോൺ ഒക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ന്യൂയോർക്ക് ടൈംസ് ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് റഷ്യയ്ക്കും ഇന്ത്യക്കും തമ്മിലുള്ള ട്രേഡ് 10 ബില്യൺ ആയിരുന്നെങ്കിൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഏതാണ്ട് 67-68 ബില്യണിലോട്ട് അത് മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ ഓയിൽ റഷ്യ എടുത്ത് അതിനുശേഷമാണ് ഏറ്റവും കൂടുതൽ മേടിച്ചു തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് ഓയിലും ഇതിനകത്ത് നിർണായകമായിട്ടുള്ള പോർഷൻ വഹിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ റഷ്യയെ സഹായിക്കുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, സഹായിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, സഹായിക്കുന്നുണ്ട്. റഷ്യയും തിരിച്ച് അതേപോലെ ഇന്ത്യയെ പല രീതിയിലും സഹായിക്കുന്നുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ആർക്കും തന്നെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ട് പറയാനില്ല. ഇതൊക്കെ അമേരിക്കയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത്. പിന്നെ ന്യൂയോർക്ക് ടൈംസിൽ ആർക്കെങ്കിലും ഏതെങ്കിലും റിപ്പോർട്ടേഴ്സിന് ഇച്ചിരി ഇളക്കം മൂത്ത് ഇങ്ങനെ റിപ്പോർട്ട് എഴുതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, യുദ്ധം തുടങ്ങിയതിനു ശേഷം റഷ്യക്ക് സാങ്ഷൻ വീണപ്പോഴത്തേക്കും, സ്വിഫ്റ്റിൽ നിന്നൊക്കെ പുറത്താക്കിയപ്പോഴത്തേക്കും ഇന്ത്യൻ റുപ്പി റൂബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി സമ്മതിച്ച് ആദ്യമായിട്ട് തന്നെ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യയാണ് റഷ്യയുമായിട്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ സാധനം റഷ്യയുടെ നിന്ന് മേടിക്കുകയും റഷ്യ നമ്മളുടെ കയ്യിൽ നിന്ന് ഏറ്റവും കുറവ് സാധനം മേടിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ റുപ്പി റഷ്യയുടെ ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പൊ ഇതിനൊക്കെ വേറെ രീതിയിലുള്ള സൊല്യൂഷൻസ് ആണ് ഇന്ത്യ കണ്ടെത്തിയത്. അപ്പൊ അതുകൊണ്ട് കമോഡിറ്റിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയത്. അതായത് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക, അതാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് റഷ്യക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചിലപ്പം കോക്പിറ്റിനുള്ള പ്രോഡക്റ്റ് ആവാം, അത് ചിലപ്പം ഡ്രോൺ ഉണ്ടാക്കാനുള്ള പ്രോഡക്റ്റ് ആവാം. ഇതൊന്നും നമുക്കറിയത്തില്ല, അറിയാത്ത കാര്യമാണ്. പിന്നെ ഇതൊക്കെ തെളിവ് സഹിതം, ഇതൊക്കെ പബ്ലിഷ് ചെയ്ത ആൾക്കാർ തെളിവ് സഹിതം പബ്ലിഷ് ചെയ്യേണ്ടതാണ്. ന്യൂയോർക്ക് ടൈംസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു പേരുണ്ടല്ലോ, ആ പേര് വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ആൾക്കാർ പല രീതിയിലും റിപ്പോർട്ടുകളൊക്കെ പടച്ചങ്ങ് ഇറക്കി വിടും. നമ്മളത് വായിച്ചിട്ട് ഇങ്ങനെ കണ്ണുടച്ച് പോവുക, അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.